കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടി ഹൈടെക് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടന്നത് ഇവിടെയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു. ഈ പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് മുമ്പിലെത്തിയപ്പോൾ എനിക്ക് ഫോൺ വന്നു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് തന്നെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് പോലും ഊരാതെ എൻ്റെ ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. ഹെഡ്ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 4 ചെറുപ്പക്കാർ 2 ബൈക്കുകളിലായിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്ന് വണ്ടി അവിടെ ഒതുക്കിയിട്ട് അവരെൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് നീ പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാൻ വന്നതല്ലടാ എന്നുള്ള രീതിയിലുള്ളൊരു ഭാഷയിലാണ് അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം മണത്തിട്ട് ആരും എന്നെ സഹായിക്കാനില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ ഓടി നടന്ന് ഇവിടെ ഈ ഗ്രില്ല് അങ്ങോട്ട് കഴിയുമ്പോൾ മുതൽ അവരെന്നെ അടിക്കൽ തുടങ്ങി. ആ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് എന്നെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയും ആ ഹെൽമെറ്റിൻ്റെ അടിയിലാണ് എൻ്റെ ഇവിടെ കുനിച്ച് നിർത്തി അവർ ആ ഹെൽമെറ്റ് അടിച്ചപ്പോഴാണ് എൻ്റെ തോളലിനൂടെ പൊട്ടിട്ട് 4-5 പട്ടികൾ ചേർന്ന് നമ്മൾ ഒരു കുട്ടികളെയൊക്കെ ആക്രമിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ഒരു ആക്രമണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ CPMൻ്റെ നേതാക്കൾക്കെതിരെ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, അവരുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതിൻ്റെ ഒരു പ്രതികാര നടപടി അത് പിണറായി വിജയൻ വരുന്ന സദസ്സിനോട് അനുവദിച്ചാവുമ്പോൾ അത് വെറും കരിങ്കൊടിയുടെ പേരിൽ മാത്രമാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഞാൻ ആ വാഹനത്തിൽ കയറിയപ്പോൾ ഈ പ്രിൻസിപ്പൽ SI ആൽവിനാണ് വന്നിരുന്നത്. ഒരു ASI ഉണ്ടായിരുന്നു, 2 കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മര്യാദകേടാണ് കാണിക്കുന്നത്? നിങ്ങൾ ഒരു പ്രതികളെ തന്നെങ്കിലും കസ്റ്റഡിയിലെടുക്കാതെ, ഒരു വാഹനം പോലും കസ്റ്റഡിയിലെടുക്കാതെ നിങ്ങൾ എന്നെ മാത്രം കൊണ്ടുപോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് ഞങ്ങൾ എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ രക്ഷാപ്രവർത്തനമാണോ നിങ്ങൾ നടത്തിയത്? കേസെടുത്തെങ്കിലും 4 പേരെ ഇതുവരെ ഒരാളെ പോലും കസ്റ്റഡി എടുത്തില്ല. അതിൽ 2 പേര് റൗഡി ലിസ്റ്റിൽപ്പെട്ടവരാ കോതമംഗലത്ത്. ഇരുമലപ്പടി കനാലിൻ്റെ സൈഡാണിത്. കനാലിൻ്റെ അതിർത്തിയിൽ നിന്ന് കരിങ്കൊടി കാണിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് JB രമല്ലൂരും ഞാൻ സലീമും. കരിങ്കൊടി കാണിച്ച് ഞങ്ങളവിടെ നിന്നു. ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്നു. ഒരു 5 ഗുണ്ടകൾ വന്ന് ഞങ്ങളവിടെ ഓടി വന്ന് ഇവിടെ ക്രൂരമായി മർദ്ദിച്ച് ഞങ്ങളുടെ ഒരാൾ യൂത്ത് കോൺഗ്രസ് JB രമല്ലൂരിനെ കനാലിലേക്ക് തള്ളിയിടുകയും എന്നെ ക്രൂരമായി ചവിട്ടി കൂട്ടി നമ്മുടെ കാലൊടിക്കുവാനും വയറിലിടിക്കുവാനൊക്കെ ഇടിച്ച് തവിട് പൊടിയാക്കിയ രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് ഭയങ്കരമായ പരിക്കുണ്ട്, ചതവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അജീബിന് തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്, ശരീരത്തിനും മൊത്തം അടി കിട്ടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. അത് കാണാൻ നമുക്ക് തന്നെ പറ്റണ്ടായില്ല. ഒരാളെ നമ്മളൊരു 5-6 പേര് കൂടി അങ്ങനെ തല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇതാണെങ്കിലും എന്ത് പാർട്ടിയാണെങ്കിലും അത് മോശമല്ലേ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ സന്ദർശന ബാഹുല്യം ഉണ്ടാകുമെന്നാണ് പ്രവചനം. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം നടന്ന സ്ഥലങ്ങൾ ചരിത്രമെഴുതിയ മണ്ണായി കൂടി പ്രഖ്യാപിക്കണം. അതുവഴിക്ക് സർക്കാരിന് കോടികൾ സ്വരൂപിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയല്ലേ, ഒരു വഴി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മനോജ് മാർശ്ശേരിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.